ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഷണൈസി, കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റുമറ്റോളജിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മംഗലാപുരം അത്താവൂർ KMCക്ക് എതിർവശമുള്ളതും ചക്രപ്പാണി അമ്പലത്തിന് സമീപമുള്ളതുമായിട്ടുള്ള അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നിന്നാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ കാഞ്ഞങ്ങാട് സഞ്ജീവനി ഹോസ്പിറ്റൽ ആൻഡ് ഹൃദയാലയയിൽ വെച്ച് കണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ്. 42 വയസ്സുള്ള ഒരു ലേഡി എന്നോട് വന്ന് പറഞ്ഞു, കയ്യിലെയും കാലിലെയും വിരലുകളിൽ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എത്ര സമയമായിട്ട് ഈ വേദനയുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, 4 കൊല്ലമായിട്ട് ഈ വേദനയുണ്ട്, പക്ഷെ 2 കൊല്ലമായിട്ട് വേദന കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മെല്ലെ അവരെ പരിശോധിക്കാൻ തുടങ്ങി. അവരുടെ കാലുകളുടെയും കൈകളുടെയും വിരലുകൾ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം അവരുടെ വിരലുകളിലും പിന്നെ മുട്ടിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മുട്ട് ഞാൻ പരിശോധിക്കുമ്പം മുട്ടിൻ്റെ അകഭാഗത്തായിട്ട് ചെറിയൊരു പോയിന്റിൽ ചെറിയൊരു വേദന ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അമർത്തി നോക്കുമ്പം അവർ വേദന കൊണ്ട് പൊളഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ശരിക്കും ഉള്ളത് ഈ കാലിൻ്റെയും കൈകളുടെയും വിരലുകളുള്ള വേദനയാണോ അതോ വേറെ വലുതുമാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ ദേഹം മൊത്തം വേദനയാണ്, തുടങ്ങിയിട്ട് 4 കൊല്ലമായി എന്ന് പറഞ്ഞു. പക്ഷേ 2 കൊല്ലം മുമ്പേ ഭർത്താവ് മരിച്ച ശേഷം ഈ ദേഹം മൊത്തമുള്ള വേദന കൂടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ച്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദേഹം മൊത്തമുള്ള വേദന ഉണ്ട് എന്ന് എന്നോട് പറയാതിരുന്നത് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, സാറേ, ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞു, ആരും എന്നെ വിശ്വസിക്കുന്നില്ല, കാരണം എന്നെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ആരും എന്നെ വിശ്വസിച്ചില്ല. അപ്പം സാറ് റുമറ്റോളജിസ്റ്റാണ്, സന്ധിവാതത്തിൻ്റെ ഡോക്ടറാണ്, അതൊക്കെ ശരിയായി, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം സാറ് വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ കയ്യിലെയും കാലിലെയും വിരലുകളിൽ വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ സിംറ്റംസ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ടു സിംറ്റംസ് എന്ന് പറയും. അതായത് ഈ പേഷ്യൻ്റ് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുമെങ്കിലും നമ്മൾ പേഷ്യൻറ്റിനെ പരിശോധിക്കുമ്പം നമ്മൾ പ്രതീക്ഷിച്ചത്ര ഫൈൻഡിങ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സിംറ്റംസ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ടു സൈൻസ് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പരിശോധിച്ചപ്പം ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഉറക്കം എങ്ങനെയുണ്ടെന്ന്. അവർ പറഞ്ഞു, ഉറക്കം ശരിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അവർ പറഞ്ഞു, പിന്നെ രാവിലെ എണീക്കുമ്പം വീണ്ടും ഉറങ്ങണം തോന്നും, പിന്നെ പകൽ മൊത്തം വിട്ടുമാറാത്ത ക്ഷീണമാണ്, എത്ര ഉറങ്ങിയാലും വിട്ടുമാറാത്ത ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഇത് മിക്കവാറും ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ പെയിൻ പ്രോസസ്സിങ്ങിൻ്റെ രോഗമാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു, എനിക്ക് തോന്നി. അപ്പം ഞാൻ ഫൈബ്രോമയാൽജിയൻ്റെ ടെൻഡർ പോയിന്റ്സ് അവരുടെ ബോഡിയിൽ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ശ്രമിച്ചു. ഫൈബ്രോമയാൽജിയിലെ ടെൻഡർ പോയിന്റ്സ് എന്ന് പറഞ്ഞത് 18 എണ്ണം ഉണ്ട്. അത് 9 എണ്ണം ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തും 9 എണ്ണം ശരീരത്തിൻ്റെ വലതു ഭാഗമായിട്ടാണ് ഉണ്ടാവുക. അതിൽ 11 എണ്ണം പോസിറ്റീവായിട്ട് വന്നാൽ നമുക്ക് ഫൈബ്രോമയാൽജിയ ഡയഗ്നോസിസ് ചെയ്യാം. പക്ഷേ ഫൈബ്രോമയാൽജിയ ഒരു ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷനാണ്. ഫൈബ്രോമയാൽജിയ പോലെ പ്രസൻറ്റ് ചെയ്യുന്ന പല അസുഖങ്ങളുണ്ട്. ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ പാരാതൈറോയിഡിസം, മെറ്റാബോളിക് ബോൺ ഡിസീസ്, ഷോഗറൻ സിൻഡ്രോം, ഇവോൾവിംഗ് ലൂപ്പസ് മുതലായവ. അതൊക്കെ ഇല്ല എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫൈബ്രോമയാൽജിയനെ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇവർക്ക് ഈ അസുഖങ്ങളൊന്നും ഇല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഡയഗ്നോസിസ് ചെയ്യാനുള്ള ടെസ്റ്റ് എഴുതി കൊടുത്തു. പിന്നെ US FDA ഫൈബ്രോമയാൽജിയക്ക് അപ്രൂവ് ചെയ്ത് കൊടുത്ത മരുന്നുകളൊക്കെ ഞാൻ എഴുതി കൊടുത്തു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ലേഡി വരുമ്പം അവർക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ശരീരത്തിലെ വേദനയൊക്കെ കുറഞ്ഞു, ഉറക്കമൊക്കെ കുറേ ശരിയായി, ക്ഷീണമൊക്കെ കുറേ മാറി. അവരുടെ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവായിരുന്നു. അവർക്ക് ഞാൻ പറഞ്ഞ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഫൈബ്രോമയാൽജിയ തന്നെ ആയിരുന്നു. ഫൈബ്രോമയാൽജിയൻ്റെ കൂടെ തന്നെ വേറെ പല പ്രശ്നങ്ങളുണ്ടാവും. അതായത് മൈഗ്രെയിൻ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇറിറ്റബിൾ ബ്ലാഡർ സിൻഡ്രോം, പിന്നെ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസ്, ഇവയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ പേഷ്യൻ്റ് അതൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ ഞാൻ അവർക്ക് 1 മാസത്തെ മരുന്ന്, ഇതേ മരുന്ന് തുറന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ കൂടെ CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും പിന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് പിന്നെ എന്തെങ്കിലും സ്ട്രെസ് റിലീവിങ് മൊഡാലിറ്റീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോബിക് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫൈബ്രോമയാൾജിയനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഈ ശരീരം മൊത്തം ഫൈബ്രോമയാൾജിയയിൽ വേദന ഉണ്ടാവാൻ 3 കാരണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തലച്ചോറിലേക്ക് വേദന വഹിച്ചു കൊണ്ടുവരുന്ന പാത്വേയാണ് അസെൻഡിങ് പാത്വേ. അങ്ങനെ തലച്ചോറ് അറിഞ്ഞ വേദന കുറച്ചു കൊണ്ടുവരുന്ന പാത്വേയാണ് ഡിസെൻഡിങ് പാത്വേ. ഫൈബ്രോമയാൾജിയയിൽ അസെൻഡിങ് പാത്വേ എപ്പോഴും സ്റ്റിമുലേറ്റഡും ഡിസെൻഡിങ് പാത്വേ എപ്പോഴും ഇൻഹിബിറ്റഡ് ആയിരിക്കും. രണ്ടാമതാണ് ന്യൂറോളജിക്കൽ ഇൻഫ്ലമേഷൻ തിയറി വരുന്നത്. അതായത് ഞരമ്പിൻ്റെ അറ്റത്തുള്ള ന്യൂറോപെപ്റ്റൈഡ്സ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഈ ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിലെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റീനെയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റീനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. ഇത് നമ്മളുടെ വിരൽത്തുമ്പിലുള്ള ഞരമ്പ് മുതൽ സ്പൈനൽ കോഡിലുള്ള പെയിൻ പാത്വേസ് മുതൽ ബ്രെയിനിലുള്ള പെയിൻ സെൻറ്റേഴ്സ് വരെ ഈ ന്യൂറോജനിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. മൂന്നാമത്തെ തിയറിയാണ് സെൻട്രൽ സെൻസിറ്റൈസേഷൻ. അതായത് തലച്ചോറിലേക്ക് ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് തുടർച്ചയായിട്ട് വേദന വന്നു കഴിഞ്ഞാൽ ആ വേദന വരുന്നത് നിന്നു കഴിഞ്ഞാലും നിന്നു എന്നുള്ളത് തലച്ചോറിന് മനസ്സിലാവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതിന് പറഞ്ഞ പേരാണ് സെൻട്രൽ സെൻസിറ്റൈസേഷൻ. ഈ 3 മെക്കാനിസം കൊണ്ടാണ് ഫൈബ്രോമയാൾജിയയിൽ ജനറലൈസ്ഡ് ബോഡി പെയിൻ ഉണ്ടാകുന്നത്. പിന്നെ ഈ ശരീരത്തിലുണ്ടാകുന്ന ജനറലൈസ്ഡ് ബോഡി പെയിനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ശരീരത്തിലെ ഞരമ്പുകൾ ശ്രമിക്കുമ്പോഴാണ് പേഷ്യൻറ്റിന് ഈ ഫെറ്റീഗ് അല്ലെങ്കിൽ വിട്ടുമാറാത്ത ക്ഷീണം ഉണ്ടാകുന്നത്. പിന്നെ ടെൻഡർ പോയിൻറ്റ്സ് എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മസിൽ ഉപയോഗിക്കുമ്പം ആ മസിലിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മാക്സിമം സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവും. അപ്പം അവിടെ മൈക്രോട്രോമ ഉണ്ടാവും. ഈ മൈക്രോട്രോമ ഹീല് ചെയ്യുമ്പം പുതിയ സിനാപ്സസ് ഒക്കെ സൃഷ്ടിക്കപ്പെടുകയും പിന്നെ അവിടെ മസിൽ സ്പാസും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് ടെൻഡർ പോയിൻറ്റ്സ് ഉണ്ടാകുന്നത്. ഇതാണ് ഫൈബ്രോമയാൾജിയൻ്റെ കാർഡിനൽ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും പിന്നെ ഇപ്പം ഫറ്റീഗിന് വേണ്ടിയിട്ട് മിൽനാസിപ്രാൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ഗുളിക വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര പെയിൻ സെൻസിറ്റീവ് ആണെങ്കിൽ രാത്രി ഉറങ്ങുമ്പം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ക്യൂറ്റേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷനായിട്ടുള്ള ഉപകരണമാണ് ക്വെൽ. അതും അവൈലബിൾ ആണ്. പിന്നെ നമ്മളൊരു ബ്ലാങ്കറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. എപ്പോഴും പേഷ്യൻറ്റിനെ നോക്കിയിട്ട് ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ഫൈബ്രോമയാൾജിയെ ചികിത്സിക്കാൻ അത്ര എളുപ്പമല്ല. ഞാൻ ഈ ലിറ്ററേച്ചറിലുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ ലിറ്ററേച്ചറിലുള്ള ഡിസീസസ് എല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ട് പേഷ്യൻ്റെ സിംറ്റംസ് മാറാണ്ട് ഞാൻ NCV ചെയ്തിട്ടുണ്ട്, മസിൽ എൻസൈംസ് ചെയ്തിട്ടുണ്ട്, മസിൽ ബയോപ്സി ചെയ്തിട്ടുണ്ട്, ബോൺ മാരോ എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ട്, ബോൺ സ്കാനിങ് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ചെയ്തിട്ട് പേഷ്യൻറ്റിന് വേറെ അസുഖങ്ങളൊന്നുമില്ലെന്ന് സ്ഥാപിച്ചിട്ടാണ് ഫൈബ്രോമയാൾജിയ ഡയഗ്നോസ് ചെയ്തത്. ഫൈബ്രോമയാൾജിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പെയിൻ സിൻഡ്രോംസ് ഫൈബ്രോമയാൾജിയ കൂടാണ്ട് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം, പോസ്റ്റ് ഇൻഫെക്ഷസ് ആർത്രാൽജിയ, മയാൾജിയ, ക്രോണിക് ഫറ്റീഗ് സിൻഡ്രോം, ഇങ്ങനെ പലതും ഉണ്ട്. ഇതിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ പല സർജറികളും അനാവശ്യമായ രോഗത്തിനുള്ള പല മരുന്നുകളും കഴിക്കുന്നതും നമുക്ക് തടയാൻ വേണ്ടി പറ്റും. ഈ ടോക്ക് നിങ്ങൾ കേട്ട ഉടനെ നിങ്ങൾ ACR അല്ലെങ്കിൽ അമേരിക്കൻ കോളേജ് ഓഫ് റൊമറ്റോളജിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് പെയിൻ സിൻഡ്രോമിനെ കുറിച്ചിട്ട് വളരെ കൃത്യമാക്കിയിട്ട് മനസ്സിലാക്കണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വിലയേറിയ സമയത്തിന് എൻ്റെ നന്ദി, നമസ്കാരം.